ഹായ് പ്രിയമുള്ളവരെ, ഞാൻ ഷാബ് അർസൽ. നിങ്ങളുടെ പിന്തുണയും സപ്പോർട്ടുമാണ് നമ്മുടെ ഈ ചാനൽ വിജയിക്കണമെങ്കിൽ അത്യാവശ്യമാണ്. അപ്പം നിങ്ങളൊന്ന് തോണ്ടുക, ഒരു കമൻ്റ് ഇടുക, ഒരു സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ വന്ന വിഷയം, ബഹുമാന്യനായ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി കന്യാകുമാരിയിൽ നിന്നും കൊല്ലം വഴി ആലപ്പുഴ നമ്മുടെ ഈ കേരളത്തിലൂടെ പോയ യാത്രയിൽ കന്യാകുമാരിയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. കൊല്ലത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഒരു സിംഗ്, ഹരിയാനക്കാരനായ ഒരു സിംഗ് പറഞ്ഞിരുന്നു, രാജ്യത്ത് നടക്കുന്ന സർവ ബോംബ് ബ്ലാസ്റ്റിങ്ങും വിദ്വേഷ പ്രചരണങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത് 1998 മുതൽ RSSൻ്റെയും BJPയുടെയും പ്രത്യേക ഒരു വിഭാഗം ആൾക്കാർ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവർ തന്നെയാണ് ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും, ബോംബ് ബ്ലാസ്റ്റുകളും, പുൽവാമയാവട്ടെ, പഹൽഗാം ആവട്ടെ, മക്ക മസ്ജിദ് സ്ഫോടനമാകട്ടെ, അജ്മീർ സ്ഫോടനമാകട്ടെ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ബോംബെ സ്ഫോടനം, എണ്ണിയാലൊടുങ്ങാത്ത. പക്ഷെ ഇതിലെല്ലാം ഒരു മുസ്ലിം നാമധാരി, ഇപ്പം ബംഗ്ലാദേശ് ആയിരിക്കാം, ചിലപ്പോൾ പാകിസ്ഥാനി ആയിരിക്കാം, ആരെങ്കിലും അവർ കൊണ്ടുവന്ന് അതിലിടും. അവരെ പിടിച്ച് ചിലപ്പം തൂക്കിക്കൊല്ലുകയും ചെയ്യും. എന്നാൽ ഇതൊന്നും ഒരു അന്വേഷണം നടന്നിട്ടേ ഇല്ല ഈ കാലം ഇത്രയായിട്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി യാത്ര തുടങ്ങി കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപേ തന്നെ ഒരു സിംഗ് പറഞ്ഞിരുന്നു, ഇത് ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതായി രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ കലാപങ്ങളും. എന്നാൽ അന്ന് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ബഹുമാന്യനായ PC വിഷ്ണുനാഥിനോട്, ഞാൻ ഡയറക്റ്റ് അല്ല, നമ്മുടെ കണ്ണനല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അന്ന് നിസാമുദ്ദീനാണ്, അദ്ദേഹത്തിന് മുന്നേ ഉള്ള ശ്രീ നാസിമുദ്ദീൻ അബ്ബയോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. കൊല്ലത്ത് വെച്ച് ചില സംഘടനകളെ, ചില പോഷകങ്ങളുടെ നേതാക്കളെയൊക്കെ രാഹുൽ ഗാന്ധി കാണും എന്ന് പറഞ്ഞിരുന്നതിൻ്റെ പ്രകാരമാണ്. പക്ഷേ എനിക്ക് അതിന് അവസരം കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 15-20 ദിവസമേ ആകത്തുള്ളൂ. ഒരു RSSൻ്റെ സജീവ പ്രവർത്തകൻ 2000 ആണ്ട് മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും, എല്ലാ ബോംബ് ബ്ലാസ്റ്റിനെ കുറിച്ചും ഒരു ശക്തമായ രീതിയിലുള്ള ഒരു ലെറ്റർ എഴുതി സമർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ലെറ്റർ ഒന്നും ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളോ മറ്റു തര സോഷ്യൽ മീഡിയകളോ ഒന്നും ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഞാൻ പറയാൻ വന്നത്, നമ്മുടെ CPMൻ്റെ ഒരു പെൺകുട്ടിയാണ്, മലയാളി ഒരു പെൺകുട്ടി. ആ കുട്ടി ഒരു വക്കീലാണ്. അവൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അവൾ മാത്രമല്ല, ആ കുട്ടി മാത്രമല്ല, മറ്റു പലരും സംസാരിക്കുന്നതായിട്ടുള്ള പല പല വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഭരണാധികാരികൾ ശ്രദ്ധയിൽ അല്ലെങ്കിൽ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, സഞ്ജീവ് ഭട്ട് മോദിയുടെ പങ്കിനെ കുറിച്ച് ചെറുതായിട്ടുള്ള സൂചന നൽകിയതിൻ്റെ പേരിലാണ് ഇന്ന് അദ്ദേഹം വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്നത്. നമ്മളെ SDP-യുടെ ഒരു നേതാവുണ്ട്, അബൂബക്കർ, അദ്ദേഹത്തെയും പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. ബഹുമാനനായ അബ്ദുൽ നാസർ മഅദനി ഏതാണ്ട് 10-26 വർഷത്തോളമാകും അദ്ദേഹവും ഇങ്ങനെ UAP എന്നുള്ള കരിനിയമത്തിൻ്റെ മേളിൽ പിടിച്ചകത്തിട്ടിരിക്കുകയാണ്. കൂടാതെ ഉമർ ഖാലിദ്, നിങ്ങൾക്കറിയാം, രാജ്യത്ത് NRC കൊണ്ടുവന്നപ്പോൾ JNUവിലെ കുറേ കുട്ടികൾ പ്രതികരിച്ചിരുന്നു. ഇതിൻ്റെ സന്തുലിതാവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ ഇത് ഭരണഘടനാപരമായി നിലനിൽക്കുക ഇല്ല എന്നുള്ള വിഷയത്തെക്കുറിച്ചും ഡൽഹിയിൽ അവർ പ്രതികരിച്ചപ്പോൾ അതിൽ ഉമർ ഖാലിദ് എന്ന് പറയുന്ന ആ വ്യക്തി മാത്രമേ ഉള്ളൂ മുസ്ലിമായിട്ടുള്ളത്. അയാളെ പിടിച്ച് UAPയിൽ അകത്താക്കി. പിന്നീട് കേരളത്തിലൊരു സക്കരിയ, ഒരു മൊബൈൽ കടയിൽ ഉപജീവന മാർഗത്തിന് പോയി അവിടെ നിന്ന് ജോലി ചെയ്യുന്ന സക്കരിയ, ഇങ്ങനെ പലരുമുണ്ട്. ഞാൻ ചില പേരുകൾ മാത്രം ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സമുദായം, അല്ലെങ്കിൽ മുഖ്യധാര കേരളത്തിലെ 29% വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ
നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ ഇവയെക്കുറിച്ചൊന്നും ഒരു സംസാരമേ ഇല്ല. കോൺഗ്രസ് പാർട്ടിയിൽ മുസ്ലിങ്ങളുണ്ട്, മുസ്ലിം ലീഗിൽ മുസ്ലിങ്ങളുണ്ട്, CPM-ൽ മുസ്ലിംസുണ്ട്, BJP-യിൽ മുസ്ലിംസുണ്ട്. എന്നാൽ ഇവരെല്ലാം ചേർന്ന് ജനാധിപത്യ വിശ്വാസമുള്ള ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലെത്തിച്ചിട്ട് പോലും ഇവയൊന്നും അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത ഈ രാജ്യത്തിൻ്റെ അവസ്ഥയോർത്ത് നാം ഓരോരുത്തരും ലജ്ജിക്കുക തന്നെ വേണം. ഇത് മാത്രമാണ് ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്തുകൾ ഇന്ന് 50 പേരുടെ കയ്യിലാണ്. അതിൽ 50 പേരിൽ തന്നെ 5 പേരുടെ സമ്പത്ത് ഇന്ത്യയുടെ സമ്പത്തിനോടൊപ്പം, ഇന്ത്യ മൊത്തത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാകുന്ന സമ്പത്തിനോടൊപ്പം കുതിച്ചുയരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അദാനിയെ പോലുള്ള, അംബാനിയെ പോലുള്ള, മോദാനിയെ പോലുള്ളവർ, ഇങ്ങനെയുള്ളവരുടെ സമ്പത്തുകൾ കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ എവിടെ വളരുന്നു? ഇന്ത്യ വളരുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ പൗരൻ്റെയും GDP-യിൽ ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യ വളർന്നു എന്ന് പറയാൻ കഴിയുന്നത്. അപ്പം എൻ്റെ ഈ സംസാരങ്ങൾ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. എപ്പോഴും ഒന്നും നാം മറവിട്ട് വിട്ടുകൊടുക്കാൻ പാടില്ല. ഇത് ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഇവയെക്കുറിച്ച് സംസാരിക്കും. എൻ്റെ ഫോളോവേഴ്സും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എല്ലാം കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇത് ജനങ്ങളിൽ എത്തിക്കണം. ഇവയെക്കുറിച്ച് സംസാരം ഉണ്ടാകണം. ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ പോയാൽ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി സംസാരിക്കുന്ന സംസാരം നിങ്ങൾ കേൾക്കുക, എന്നിട്ട് ഇത് വിലയിരുത്തുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയ് ഹിന്ദ്. നമസ്കാരം. ഇന്ത്യയെ പിടിച്ചു കുലുക്കാവുന്ന ഒരു കത്ത് ഈ ഓഗസ്റ്റ് ആദ്യം പുറത്തു വന്നിരുന്നു. ചില മാധ്യമങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ പതിവ് പോലെ ഇന്ത്യയിലെ ഗോഡി മീഡിയ മൗനത്തിലാണ്. ദ വയറും ദ ഒബ്സർവർ പോസ്റ്റും ഒക്കെ ഈ കത്തിന്റെ ഉള്ളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാർത്ത അനുസരിച്ച് ഈ കത്ത് ആരുടെയാണെന്ന് പറയുന്നതിന് മുമ്പ് കത്തിലെ ആവശ്യം പറയാം. സംഘപരിവാർ സംഘടനകളായിട്ടുള്ള RSSും VHPയും ബജ്രംഗ് ദളും ഭീകരവാദ സംഘടനകളായി പ്രഖ്യാപിക്കണം. ഇതാണ് കത്തിലെ ആവശ്യം. ഇനി കത്ത് ആരുടെയാണ്? പ്രതിപക്ഷത്തിരിക്കുന്ന ആരുടെയല്ല. 1990 മുതൽ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്ന മുതിർന്ന RSS പ്രചാരകനായിരുന്ന യശ്വന്ത് ഷിൻഡെയുടെ കത്താണ്. അതായത് RSSന് പുറത്തുനിന്ന് ഒരാളുടെ അല്ല, 2 പതിറ്റാണ്ടിലേറെ RSSന്റെ ഉള്ളിൽ പ്രവർത്തിച്ച ആളുടെ കത്താണ്. കത്തിലെ ഉള്ളടക്കം എന്താണ്? 2003 താൻ ഉൾപ്പെടെ 20ഓളം RSS പ്രവർത്തകർക്ക് ബോംബ് നിർമ്മാണ പരിശീലനം ലഭിച്ചിരുന്നു. 2000ങ്ങളുടെ തുടക്കത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന ബോംബ് സ്ഫോടനങ്ങളിൽ RSS മേധാവി മോഹൻ ഭാഗവതനും മുതിർന്ന നേതാവ് ഇന്ദ്രേഷ് കുമാറിനും VHP ജനറൽ സെക്രട്ടറി മിലിന്ദ് പരേന്ദ എന്നിവരുടെ പങ്ക് അന്വേഷിക്കണം. ഇവരെ അറസ്റ്റ് ചെയ്യണം. ജൽന, പൂർണ്ണ, പർഭാനി എന്നിവിടങ്ങളിലെ പള്ളികളിൽ നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ തങ്ങളോടൊപ്പം പരിശീലനം ലഭിച്ച RSSകാരാണ് എന്നും രാഷ്ട്രീയ ലാഭത്തിനും തെരഞ്ഞെടുപ്പുകളിൽ BJPയെ സഹായിക്കുന്നതിനും വേണ്ടിയിട്ട് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ബോംബ് സ്ഫോടനങ്ങൾ RSS ആസൂത്രണം ചെയ്തിരുന്നുവെന്നും രാജ്യത്തുടനീളം ഭയമുണ്ടാക്കുകയും നിരന്തരം സ്ഫോടനങ്ങൾക്ക് ആസൂത്രണം ചെയ്യുകയും മനുഷ്യരെ പേടിയുടെ നിഴൽ നിർത്തുകയും അതിനുശേഷം വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് വാങ്ങി അധികാരം പിടിക്കാം, ഇതായിരുന്നു 2014 തെരഞ്ഞെടുപ്പിലെ മാസ്റ്റർ പ്ലാൻ എന്നും ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്ത പലരെയും തനിക്ക് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെന്നും 1998 പൊക്രാനാണ് പരീക്ഷണം, അജ്മീർ ഷെരീഫ് ദർഗാ സ്ഫോടനം, മലേഗാവ് സ്ഫോടനം, കാർഗിൽ യുദ്ധം, 2002 ഗുജറാത്ത് കലാപം, 2019 പുൽവാമ ആക്രമണം, അങ്ങനെ പല സംഭവങ്ങളിലും BJP നേതാക്കളുടെ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മേൽപ്പറഞ്ഞ സംഘടനകൾ ടെററിസ്റ്റ് സംഘടനകളായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കർണാടക ആഭ്യന്തരമന്ത്രിക്കും RSSന്റെ തന്നെ മുൻ പ്രചാരകനയച്ച ഈ കത്ത് നമ്മുടെ രാജ്യത്ത് കോളിളക്കം സൃഷ്ടിക്കുകയാണ്. ഇത് ആദ്യമായിട്ടല്ല, അദ്ദേഹം വർഷങ്ങളായി നടന്ന പ്രചാരണത്തിന്റെ ഏറ്റവും പുതിയ ഭാഗമാണിത്. 1990 മുതൽ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്ന ഷിൻഡെ ബോംബ് നിർമ്മാണത്തിലും പരിശീലനത്തിലും പങ്കാളിയാകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ആ സംഘടന വിട്ടത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ഇതാദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് അദ്ദേഹം ഈ കാര്യം പലയിടങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 2022 ഓഗസ്റ്റിൽ മഹാരാഷ്ട്രയിലെ നന്ദേഗഡിലുള്ള പ്രത്യേക CBI കോടതി, ആ കോടതിയിൽ നൽകിയ ഒരു സത്യവാങ്മൂലത്തിൽ രാജ്യത്തുടനീളം ബോംബ് സ്ഫോടനങ്ങൾ നടത്താൻ RSSും VHP നേതാക്കളും ഗൂഢാലോചന നടത്തിയ യോഗങ്ങളിൽ താൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഷിൻഡെ വെളിപ്പെടുത്തിയിരുന്നു. 2006 ഏപ്രിലിൽ നന്ദേഗഡിൽ ലക്ഷ്മൺ രാജ്കൊണ്ടാർ എന്നയാളുടെ വീട്ടിലുണ്ടായ സ്ഫോടന കേസിന്റെ വിചാരണ വേളയിലായിരുന്നു ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ആ സ്ഫോടനത്തിൽ ലക്ഷ്മണിന്റെ മകൻ നരേഷും VHP പ്രവർത്തകനായിട്ടുള്ള ഹിമാൻഷു പാൻസയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഔറംഗാബാദിലെ ഒരു പ്രശസ്തമായിട്ടുള്ള പള്ളി ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്ന് പിന്നീട് CBI കണ്ടെത്തുകയും